ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ബട്ടർസ്കോച്ചിൻ്റെ കേക്ക് റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ് ബട്ടർസ്കോച്ച് കേക്ക്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് കേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈസിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് പാത്രം എടുത്താലും അത് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം അരിപ്പ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ, 200 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മൾ 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ മിക്സിയുടെ ബട്ടൺ ഒരു പ്രാവശ്യം കറക്കിയിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ 3 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ എടുക്കുമ്പോൾ മുട്ടയുടെ സൈസൊക്കെ ചെറുതാണെങ്കിൽ ചിലപ്പോൾ ബാറ്റർ കട്ടിയായിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്, നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ 3 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്താലും മതി. ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 3-4 ഡ്രോപ്സ് ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടർസ്കോച്ച് കേക്ക് എന്ന് പറയുമ്പോൾ അതിനൊരു യെല്ലോയിഷ് കളറായിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ലെമൺ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജെൽ കളറാണ്. അപ്പോൾ ഞാനിവിടെ 3 ഡ്രോപ്സ് യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആ ബ്ലേഡ് വെച്ചൊന്ന് ആ ബാറ്ററായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ ഒരു പഞ്ചസാര പൊടിച്ചത് പറക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യരുത്. ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് കേക്കിൽ എങ്ങനെയാണ് മിക്സിയിൽ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 3 തവണയായിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതിയെ ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ പതിയെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയൊക്കെ അല്ലെങ്കിൽ താന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ടുള്ള കേക്ക് പാൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ഇഞ്ചിൻ്റെ പാനൊക്കെ എടുക്കാം. ഞാനിവിടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 6 ഇഞ്ചിൻ്റെ പാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഹൈറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ചൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഞാൻ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. ഇത്തിരി ഹൈറ്റിൽ തന്നെയാണ് ഞാൻ സൈഡിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഉള്ളിലും നമ്മൾ സൺഫ്ലവർ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേക്ക് പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വിനീഗർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല സ്മൂത്തായിരിക്കും. വിനീഗർ ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് കേക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിലെ എയർ ബബിൾസ് കളയാനായിട്ട് നമുക്കിതൊന്ന് കൈവച്ച് അടിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസിൽ വെച്ചിട്ട് അങ്ങനെ ടാപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതേ നമ്മുടെ കുക്കർ 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിനുള്ളിൽ ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമ്മൾ കുക്കറിൽ ബേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഇറക്കി വെക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ പ്ലെയർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വെന്തിട്ടില്ലെങ്കിൽ മാത്രം നമുക്കൊരു 5-10 മിനിറ്റ് കൂടി കൂടുതൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇത് ഇവിടെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കിലൊന്നും പറ്റിപ്പിടിക്കാതെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുക്കറിൽ നിന്ന് മാറ്റി പുറത്ത് വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ കേക്ക് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇത് കഴിഞ്ഞ് കേക്കിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതോടൊപ്പം ഒരു പിഞ്ച് ഉപ്പും ഒരു ഡ്രോപ്പ് ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ദേ ഇവിടെ ആ ഷുഗർ സിറപ്പ് ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ആറിയതിന് ശേഷം മാത്രമേ നമ്മുടെ കേക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് പ്രളയനാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കാഷ്യൂനട്ടും ബദാമും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം മാത്രമായിട്ടും എടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ടാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് അല്ലാതെയും ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചതയ്ക്കണ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ടായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ മിക്സിയിൽ ചെയ്തെടുക്കുമ്പോൾ ചൂടാറിയിട്ട് മാത്രം ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ബദാം ചേർത്ത് കൊടുക്കുമ്പോൾ 2ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്രഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ കിട്ടിയാൽ മതി. അപ്പോൾ അധികം പൊടിയായിട്ട് പോയിട്ടുമില്ല, എന്നാൽ നമുക്ക് കടിക്കാൻ കിട്ടത്തക്ക രീതിയിൽ വന്നിട്ടുമുണ്ട്. ഇതിന് ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഷുഗർ മെൽറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് കഴിഞ്ഞ് ഒരു ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സായിട്ട് കഴിയുമ്പോഴേക്കും ഒരു പിഞ്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും ബദാമും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ തയ്യാറാക്കിയ പ്രളയൻ ബട്ടർ പേപ്പറിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനി ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഡിമോൾഡ് ചെയ്തെടുക്കാറ്. ഇതിന് ശേഷം ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കേക്ക് നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, നമ്മുടെ കേക്കിന് ഇത്രത്തോളം ഹൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് കേക്കുമാണ്. ഈ ഒരു കേക്ക് ടേൺ ടേബിളിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ടേൺ ടേബിൾ നിർമ്മിക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോന് മുകളിലായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് കട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു കത്തി ഉപയോഗിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് സാധാരണ നൂല് ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 3 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 3 പീസിലേക്കും ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഇവിടെ ഒഴിച്ചു കൊടുക്കരുത്. ബാക്കി നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പ്രളയൻ ആറി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്നും വിടിയിച്ചിട്ട് ചെറിയ പീസസുകളായിട്ട് നമുക്കിതൊന്ന് ഒടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ എങ്ങനെയാണോ ബദാമും കാഷ്യൂനട്ടും ക്രഷ് ചെയ്തത് അതേപോലെ തന്നെ ഇതൊന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് ഇതേപോലെ അധികം പൊടിയാതെ ഇങ്ങനെ കുറച്ച് കട്ടകളായിട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ബട്ടർസ്കോച്ചിൻ്റെ സോസാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. മെൽട്ടായി കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇപ്പോൾ ഇവിടെ പഞ്ചസാര മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്രത്തോളമാണോ പഞ്ചസാര എടുത്തത് ആ ഒരു അളവിൽ തന്നെ വിപ്പിംഗ് ക്രീം നമുക്ക് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഒന്ന് കട്ടയായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുഴപ്പമൊന്നുമില്ല. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ആ കട്ടയൊക്കെ മാറിയിട്ട് നല്ല സോസ് പരുവത്തിൽ വന്നോളും. ഇത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് 1 ഡ്രോപ്പ് ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സോസ് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രവും അതേപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും എടുത്തിട്ടുണ്ട്. അത് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലെന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ച് കളയണം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 1 kgയുടെ കേക്ക് ഈ ഒരു ഹൈറ്റിൽ ചെയ്യാനായിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. നമുക്കിനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, തേർഡ് സ്പീഡിലിട്ടിട്ട് വരെയാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ വിപ്പിംഗ് ക്രീം പകുതി ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 3-4 ഡ്രോപ്സ് നമ്മുടെ ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം 3 ഡ്രോപ്സ് യെല്ലോ ജെൽ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഈ ഒരു ഫോമിലാണ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് കേക്ക് ടേൺ ടേബിളിന് മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ക്രീം നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള മുകളിലത്തെ പീസാണ് നമ്മൾ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതൊരു സ്പാച്ചിൽ വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർസ്കോച്ചിൻ്റെ സോസ് നമുക്കിതിന് മുകളിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബട്ടർസ്കോച്ചിൻ്റെ സോസ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചേച്ചാൽ മതി ആ പാത്രം. എന്നിട്ട് ആ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പ്രളയൻ ഇതിന് മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് അടുത്ത പീസ് കേക്ക് കൂടെ വെച്ച് കൊടുക്കാം. ഈ ഒരു പീസ് സെൻറ്ററിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള പീസാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അതിന് മുകളിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രളയനും കൂടി ഇട്ടിട്ടൊന്ന് അത് ഫില്ല് ചെയ്യുക. ഇത് കഴിഞ്ഞ് അടുത്ത പീസ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ഇതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ആദ്യം മുകളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്ക്രേപ്പർ ഉപയോഗിച്ച് ഒന്നുകൂടി ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ആ ചോക്ലേറ്റ് ഗനാഷ് കേക്കിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോന് മുകളിലായിട്ടും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പാടാണെങ്കിൽ ആദ്യം ക്രീം ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ കുറച്ച് സമയം നമ്മളൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജ് തന്നെ നമുക്ക് കേക്കിന് കിട്ടും.
അവസാനം ഇതിന് മുകളിൽ നമ്മൾ ലെവൽ ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ഷാർപ്പ് എഡ്ജ് കിട്ടാനായിട്ട് ഞാൻ സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ലെവൽ ചെയ്യുന്നത്. ഇങ്ങനെ സൈഡിൽ നിന്ന് ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി, നല്ല ലെവലായിട്ട് തന്നെ കിട്ടും. ഞാൻ ഈ സ്ക്രേപ്പർ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. ഒരു കട്ടിയായിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതേ നമ്മുടെ കേക്ക് നല്ല ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതിന് മുകളിലോട്ട് ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂറിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇനി ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് കേക്കിന് മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുകളിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലോട്ടും അങ്ങ് ഇറങ്ങിക്കോളും. അപ്പോൾ അതേ സൈഡിലോട്ടൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്കിന് മുകളിലോട്ട് ഒരു ഫ്ലവർ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റാർ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ജെൽ കളറിൻ്റെ ഓരോ ഡ്രോപ്സ് വീതം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊരെണ്ണം ജെല്ലിൻ്റെ യെല്ലോ കളറും മറ്റേത് സൂപ്പർ റെഡുമാണ്. എന്നിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ആ ഒരു കളർ ഇങ്ങനെ മുക്കിയെടുക്കുന്നുണ്ട്. ഇതിന് പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതേ ഒരു പൈപ്പിംഗ് ബാഗിൽ കണ്ടോ 2 കളറായിട്ടും പിന്നെ ആ വിപ്പിംഗ് ക്രീമിൻ്റെ കളറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഈ ഒരു 2 കളർ കോമ്പിനേഷൻ നമുക്കതിൽ വരും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിനി ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഇതേപോലെ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് അടിയിലേക്ക് ഒഴുകിയേക്കുന്ന ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ സോസ് നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാം. ഇതിന് ശേഷമാണ് പ്രളയൻ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ബാക്കിയുള്ള പ്രളയൻ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് മുഴുവനായിട്ടും സൈഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ ബാക്കിയുണ്ടായിരുന്ന ക്രീം വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ കൂടി സൈഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലവർ നമുക്ക് കിട്ടും. അതൊരു ഭംഗിയാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്യാം. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്. നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയണം. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇതിന് ശേഷം ഞാൻ പല കളറിലുള്ള ഷുഗർ ബോൾസ് ആ ഒരു പൂവിന് മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നടുക്കായിട്ട് ചെറിയ പ്രളയം പീസസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ഓർഡർ കേക്കായിരുന്നു, അതുകൊണ്ട് മുറിച്ച് കാണിക്കുന്നില്ല. നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.